പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതെ, സങ്കീർത്തനക്കാരനായി ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി പലവിധമായ വെല്ലുവിളികളും കുറ്റപ്പെടുത്തലുകളും അവൻ നേരിട്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസും അതുപോലെ തന്നെ ഒരു വാചകം പറയുന്നുണ്ട്. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ വെളിപ്പാടുള്ള ദൈവത്തിൽ നിന്ന് വ്യക്തമായ അരുളപ്പാട് പ്രാപിച്ച, എന്നാൽ ഭൂമിയിലെയും അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും വിദ്യാഭ്യാസവും കുടുംബശ്രേഷ്ഠതയും ഒക്കെയുള്ള ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നിന്ന് പലവിധമായ കുറ്റച്ചുമത്തലുകൾ തനിക്കെതിരെ കടന്നു വരുന്നു. അതേ പ്രിയമുള്ളവരെ, നാമും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് വ്യക്തമായ വിവേചനവരം അല്ല എങ്കിൽ വെളിപ്പാടോടുകൂടെ തിരിച്ചറിവോടുകൂടെ നാം എന്നാൽ ദൈവം മുൻപാകെ നിഷ്കളങ്കതയോടുകൂടെ നല്ല മനസാക്ഷിയോടുകൂടെ ആ നിഷ്കളങ്കത്വത്തോടുകൂടെ നല്ല മനസാക്ഷിയോടുകൂടെ നാം മനുഷ്യരോട് പെരുമാറുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്ക് വിരോധമായി, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വിരോധമായി പല കുറ്റപ്പെടുത്തലുകളും പല പ്രതിസന്ധികളും കടന്നു വരാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. എന്നാൽ അദ്ദേഹം പറയുന്നു, ആക്ട്സ് ചാപ്റ്റർ 23:1, Paul looked straight at his Sanhedrin and said, My brothers, I have fulfilled my duty to God in all good conscience to this day. അതായത് ഇന്നേ ദിവസം വരെയും ഞാൻ ദൈവത്തിന് മുൻപാകെ നല്ല മനസ്സാക്ഷിയോടുകൂടെ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ പുറമെ വിധിക്കുന്നവരല്ല, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ നിരൂപണങ്ങളെ നമ്മെ നന്നായി അറിയുന്നൊരു കർത്താവുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ കാരണം തൊട്ട് മുന്നേയുള്ള അധ്യായം 22-ാം അധ്യായം അതിൻ്റെ 30-ാം വചനം. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുൻപിൽ നിർത്തി. അപ്പോൾ ഇവിടെ ന്യായാധിപ സംഘം ആൾറെഡി കുറ്റം ചുമത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മനുഷ്യരങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. കാരണം കൂടാതെയുള്ള കുറ്റപ്പെടുത്തലുകളും ആ കുറ്റത്തിൻ്റെ സൂക്ഷ്മം ഇനിയും അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. പക്ഷേ അതിന് നടുവിൽ അപ്പോസ്തലനായ പൗലോസ് അവരെ ഉറ്റുനോക്കി പറയുന്നു, സഹോദരന്മാരെ, ഇന്നേ ദിവസം വരെ ഹല്ലേലൂയ ഞാൻ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന് മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അടുത്ത വചനം നാം ശ്രദ്ധിക്കണം. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായ്ക്കടിപ്പാൻ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ച ഒരു മനുഷ്യനാണ്. ആരും മഹാപുരോഹിതനോട് സംസാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. സ്തോത്രം. കാരണം ന്യായപ്രമാണ പ്രകാരം വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി അടിപ്പാൻ കൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഈ ന്യായാധിപ സംഘത്തിലുള്ളവർ വിസ്തരിക്കുവാനിരിക്കുന്നത് ന്യായപ്രമാണ പ്രകാരമാണ്. എന്നാൽ ന്യായപ്രമാണത്തിന് വിരോധമായാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം
ആമേൻ. അപ്പോസ്തലനായ പൗലോസ് വേറെ ഒന്നും തൻ്റെ വാക്ചാതുര്യത്തിൽ നിന്നോ തൻ്റെ താൻ അങ്ങനെയായിരുന്നു എന്നൊന്നും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. താൻ പറഞ്ഞത് താൻ ദൈവത്തിൻ്റെ മുൻപാകെ നല്ല മനസ്സാക്ഷിയോടു കൂടെ ആയിരുന്നു. അതുമാത്രം മതി പ്രിയരെ. നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളവളാണെന്ന് മനുഷ്യരെ ബോധിപ്പിക്കുന്നതിനേക്കാളുമുപരി മനുഷ്യരോടുകൂടി പറയുവാൻ ഒറ്റ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ എങ്ങനെയായിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെ കാഴ്ചപ്പാട് പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉറച്ചു നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം ദൈവം മുൻപാകെ യഥാർത്ഥമായി നല്ല മനസ്സാക്ഷിയോടുകൂടി ഇരിക്കുമ്പോൾ ഏത് മഹാപുരോഹിതനായിരുന്നാലും എത്ര ഭക്തരായിരുന്നാലും അല്ലെങ്കിൽ മാനുഷിക ദൃഷ്ടികളാൽ നമ്മെ നോക്കുന്ന ആർക്കും നമ്മെ ഒരു പരിഹാസ വിഷയമായി തോന്നിയേക്കാം. ഉടനെ വായ്ക്കടിപ്പാൻ കൽപ്പിച്ചു. അദ്ദേഹം മനുഷ്യരെ ആരും കുറ്റപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. താൻ ദൈവം മുൻപാകെ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അതേ അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ നാം എങ്ങനെ വായിക്കുന്നു? രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ആരെല്ലാം വായ്ക്കടിപ്പാൻ കൽപ്പിച്ചാൽ, ആരെല്ലാം കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ വീണ്ടും ചോദ്യം ചെയ്താലും, ആരെല്ലാം പരിഹാസ വിഷയമായി കണ്ടാലും രാത്രിയിൽ ആരും അറിയാത്ത സമയത്ത് ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ആ കർത്താവ് നമുക്ക് ധൈര്യം നൽകും. ആ കർത്താവ് നമുക്ക് ബലം നൽകും. നാം കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ കുറിച്ച് ഉയർത്തി, യേശുവിൻ്റെ നാമത്തെ നാം മറ്റുള്ളവരോട് പറഞ്ഞു. സ്തോത്രം. നാം സാക്ഷീകരിച്ചു. എന്നാൽ നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ആ വാഗ്ദത്തങ്ങൾ ഇനി തകർന്നു പോകത്തില്ല. ഇനിയും റോമയിലും അതിലുപരി സ്തോത്രം അധികാരങ്ങളുള്ള അല്ലായെങ്കിൽ സ്തോത്രം ആ റോമയിലും സാക്ഷീകരിക്കും. ഉറപ്പായിട്ട് അത് സംഭവിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 14, 17, 14, 15 വചനങ്ങളിൽ നാം വായിക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. അങ്ങനെ അവർ റോമയിൽ എത്തി എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. 13-ാം വചനത്തിൽ ഹല്ലേലൂയ 14, 15 വചനങ്ങളെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നാം ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ നല്ല മനസ്സാക്ഷിയോടെ മനുഷ്യരുടെ നടുവിൽ നിഷ്കളങ്കതയോടെ വീണ്ടും മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. കുറ്റം ചുമത്തുന്നവർ, കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, അതാരായിരുന്നാലും പ്രൈസ് ദി ലോർഡ്, നിശ്ചയമായി ദൈവം നാം ആരാണെന്ന് നിശ്ചയമായി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. വീണ്ടും നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവം മുൻപാകെ ജീവിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ധൈര്യമായിരിക്കാം. കർത്താവ് നമ്മോട് കൂടിയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം നമ്മുടെ സന്നിധി പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ നന്നായി അറിയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്നു, ഞങ്ങളെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി ഹല്ലേലൂയ മറ്റുള്ളവർ നോക്കുമ്പോൾ പലവിധമായ കുറ്റപ്പെടുത്തലുകൾ, വേദനകൾ, എന്നാൽ ശുശ്രൂഷാ ധനങ്ങളിൽ നിന്ന് ആത്മീക ജീവിതത്തിലെ ഉയർച്ച കണ്ടിട്ട് മറ്റുള്ളവർക്കില്ലാത്ത ചില വെളിപ്പാടുകൾ, ചില ദൈവികമായ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് പല കുറ്റപ്പെടുത്തലുകളും വേദനകളും അനുഭവിച്ച് നിരാശയോടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം മുതൽ, ഈ നിമിഷം മുതൽ തന്നെ കർത്താവെ അങ്ങ് ധൈര്യപ്പെടുത്തി വീണ്ടും ജയത്തോടെ കർത്താവ് നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.